അപ്പോ മണിമുത്തുവിന്റെ യാത്ര തുടരുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മണിമുത്ത് ആരും പോകാത്ത വഴികളിലൂടെ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. അപ്പോഴാണ് മുന്നിലൊരു കാഴ്ച. ഒരു പാവ മാമ സഹായം കിട്ടാതെ മലർന്നു കിടക്കുന്നു. ഒന്നെഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല ആ പാവത്തിന്. സഹായത്തിനായുള്ള അതിന്റെ കരച്ചിൽ കാട്ടിൽ മുഴങ്ങി. മണിമുത്ത് വേറൊന്നും ചിന്തിച്ചില്ല. സഹായിക്കാനായി നേരെ അങ്ങോട്ട് ഓടിച്ചെന്നു. പേടിക്കേണ്ട, ഞാൻ സഹായിക്കാം എന്നു പറഞ്ഞ് അവൻ ആ പാവമാമയെ ആശ്വസിപ്പിച്ചു. മണിമുത്തുവിന്റെ സഹായത്തോടെ ആമ എഴുന്നേറ്റു നിന്നു. അതിന്റെ മനസ്സ് നിറയെ നന്ദിയായിരുന്നു. അപ്പോൾ ആമ ഒരു രഹസ്യം പറഞ്ഞു. വളരെ നിഗൂഢമായ, എന്തോ പ്രത്യേകതയുള്ള ചില വാക്കുകൾ. എന്തായിരിക്കും ആ വാക്കുകളുടെയൊക്കെ അർത്ഥം? ഈ ഒരു ചിന്തയുമായി മണിമുത്ത് യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൂരെ ഒരു തിളങ്ങുന്ന പ്രകാശം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് കണ്ടെത്തി. പ്രകാശം നിറഞ്ഞൊരു വനം. അതെ, ഇതുതന്നെ മായാവനം. ഒന്ന് നോയിക്കേ, ഇവിടെ മരങ്ങൾ സംസാരിക്കും, പൂക്കളാണെങ്കിൽ പാട്ടുപാടും. ഇതൊരു അത്ഭുത ലോകം തന്നെ. ഈ അത്ഭുത കാഴ്ചകളും ശബ്ദങ്ങളും കണ്ട് മണിമുത്ത് ആകെ വിസ്മയിച്ചു നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മാന്ത്രിക വനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ച ഒരു ചോദ്യം. ശരിക്കും എന്തിനാണ് അവൻ അവിടെ എത്തിയത്? അപ്പോ ആരുടേതായിരുന്നു ആ ശബ്ദം? എന്ത് രഹസ്യമാണ് മണിമുത്ത് അറിയാൻ പോകുന്നത്? അടുത്ത ഭാഗത്തിൽ കാണാം.